ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഒരു കിടിലൻ 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. സ്റ്റഫിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. ഉണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എങ്കിൽ ശരി, ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ്. ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. ഈ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് 1 സ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചപ്പാത്തി മാവ് കുഴിക്കുന്ന പോലെ നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കണം. നമ്മളിതിപ്പോൾ നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് 2-3 തുള്ളി എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം ഒരു പാത്രം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റഫിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അതും ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്. വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ചൂടാക്കിയിട്ട് ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് പച്ചമുളകും ചേർക്കാം. 1 സ്പൂൺ വറ്റൽമുളക് ചേർക്കുമ്പോൾ ആവശ്യത്തിനുള്ള എരിവ് കിട്ടും കേട്ടോ. പച്ചമുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പുപൊടി ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കണം. അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിനുള്ള സ്റ്റഫിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മുടെ മാവ് ഒഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒരു 1/2 മിനിറ്റ് നേരം ഇത് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കണം. ഈ മാവെടുത്ത് നമ്മൾ കൗണ്ടർ ടോപ്പിലോട്ട് വെച്ച് കൊടുത്താണ് പരത്താൻ പോകുന്നത്. കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്ത് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി കട്ടിക്ക് വേണം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ചപ്പാത്തി പലയെ വെച്ച് കൊടുത്ത് പരത്തുകയാണെങ്കിൽ നമുക്ക് വലുതായിട്ട് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിത് കൗണ്ടർ ടോപ്പിലിട്ട് പരത്തുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ ഇത്രയും കട്ടിക്ക് ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. സ്റ്റഫിങ് എല്ലാം വെച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കണം. അതിൻ്റെ സൈഡ് വിട്ടിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. അറ്റത്തോട്ട് പരത്തണ്ട. ഇതേ രീതിയിൽ നമ്മളിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡിലെല്ലാം ഉണ്ടല്ലോ കുറച്ച് വെള്ളം ഒന്ന് പുരട്ടി കൊടുക്കണം. നമ്മളിത് ഒന്ന് ചുരുട്ടി എടുക്കുമ്പോഴും ഒട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെള്ളം പുരട്ടി കൊടുക്കുന്നത്. ഇതിൻ്റെ വശത്തെല്ലാം വെള്ളം ഒന്ന് പുരട്ടിയതിന് ശേഷം ഇതേ രീതിയിൽ ഇതൊന്ന് ചുരുട്ടിയെടുക്കണം. സൈഡെല്ലാം ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചതിന് ശേഷം ഇതേ രീതിയിലൊന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ നമ്മളൊന്ന് മുറിച്ചിട്ടുണ്ട്. ഇതേ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് മുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം നമ്മളൊന്ന് മുറിച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയാണ് കേട്ടോ. ഞാനൊരു പാത്രത്തിലോട്ടൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക്
സ്വല്പം ഉപ്പുപൊടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് വറുത്തെടുക്കുന്നത് നോക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് എണ്ണയൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മാവ് ഓരോന്നായിട്ട് ഈ മുട്ടയിലോട്ട് മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ മുട്ടയിലോട്ട് മുക്കി ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാനൊരു 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം എന്താ നോക്കി ഒരു വശം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നോക്കിയേ, ഇത് നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. കുറച്ച് വെറൈറ്റി രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെല്ലാം തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ സോസിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ സോസ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഇതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.